ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാന്ദ്രാസ് ലിറ്റിൽ വേൾഡ്. ഇന്ന് നമുക്കൊരു സ്റ്റിച്ചിങ് വീഡിയോ ആവാം. ഒരു പട്ടുപാവാട സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഇത് എൻ്റെ ഒരു സാരിയുടെ വിത്ത് ബ്ലൗസ് ആയിരുന്നു കേട്ടോ. അതാ ഈ സാരിയുടെ വിത്ത് ബ്ലൗസ് ആയിരുന്നു. ഞാൻ ആ വിത്ത് ബ്ലൗസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ലായിരുന്നു. ബോർഡർ മാത്രം എടുത്തതേ ഉള്ളായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് മാച്ചിങ് ആയിട്ടുള്ള, ഇതിപ്പോൾ ഗ്രീൻ എനിക്ക് ബ്ലൗസിനായിട്ടാണ്, അപ്പോൾ അതിന് മാച്ചിങ് ആയിട്ടുള്ളൊരു സാരി എൻ്റെ നേരത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടും എൻ്റെ ഉള്ള മെറ്റീരിയലായിരുന്നു കേട്ടോ. ഇനി നമുക്ക് മെഷർമെൻറ്റ് നോക്കാം. ഷോൾഡർ 5.5 6 to 7 ഇയേഴ്സിൻ്റെ അളവിനാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. ചെസ്റ്റ് 6 ബ്ലൗസിൻ്റെ ലെങ്ത്ത് വരുന്നത് ക്രോപ്പ് ടോപ്പാണ് 13. അപ്പോൾ സ്ലീവിൽ ചെറിയൊരു പഫ് കൊടുത്ത മോഡലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. പിന്നെ പാവാടയുടെ ഹിപ്പ് 23, അതേപോലെ ലെങ്ത്ത് 27. ഫ്രണ്ട് നെക്ക് ഒരു ഡയമണ്ടാണ് കൊടുക്കുന്നത്. ബാക്ക് നെക്ക് ഞാൻ കുറേ വൈഡായിട്ട് കൊടുക്കുവാണ്. ഓക്കെ, സെൻറ്റർ പോർഷൻ റൗണ്ട് വരുന്ന പോലത്തെ. അപ്പോൾ ഞാൻ ക്രോപ്പ് ടോപ്പ് ആയതുകൊണ്ട് തന്നെ അടിഭാഗം നല്ല രീതിയിൽ മടക്കി സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ 13-ന് ഞാൻ 17 എടുത്തേക്കുന്നത്, തയ്യൽ തുമ്പെല്ലാം കൂട്ടിയിട്ട്. പിന്നെ പാവാടയ്ക്ക് മുകളിലത്തെ പോർഷന് 1 ഇഞ്ചാണ് നമുക്ക് വേണ്ടത് പട്ട. അപ്പോൾ പട്ട ഞാൻ മടക്കി അടിക്കുമ്പോൾ 4 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. മടക്കി അടിച്ച് വരുമ്പോഴത്തേനും 1 ഇഞ്ച് കിട്ടിക്കോളും. പിന്നെ 26 താഴത്തെ ലെങ്ത്ത്, 1 ഇഞ്ച് കൂടെ കൂട്ടി അടിഭാഗം മടക്കി അടിക്കാൻ 27 എടുത്തു. ഇനി നമുക്ക് മെഷർമെൻറ്റ് നോക്കാം. 27-ൽ ഞാൻ 4 മീറ്ററാണ് കേട്ടോ എടുത്തേക്കുന്നത്. സാരി 5 മീറ്ററാണ്. അതിൻ്റെ മുന്താണി ഭാഗം വെട്ടിക്കളഞ്ഞിട്ട് ടോട്ടൽ 4 മീറ്ററും മടക്കി ഇട്ടേക്കുവാണ് കേട്ടോ. ഇത് ആ പോർഷൻ ഞാൻ കട്ട് ചെയ്തെടുത്തു കേട്ടോ. മുകളിലത്തെ ആ പട്ടയുടെ ഭാഗം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിരുന്നു ഓൾറെഡി. പിന്നെതാ ഇതേപോലെ നമ്മുടെ ഹിപ്പ് 23. അപ്പോൾ ഒരു 25 നീളത്തിലും രണ്ടായിട്ട് മടക്കിയിട്ടേക്കുവാണ്. ടോട്ടൽ നീളം ഒരു 25 എടുത്തിട്ടുണ്ട്. 23 ഒരു 2 ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ട്. ഇനി ഇതിന് ഞാൻ ഒരു 4 ഇഞ്ചിൽ ഇതേപോലെ മടക്കി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ മടക്കിയൊക്കെ വെച്ച് നോക്കിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തത്. ആദ്യം ഇതേപോലെ ഒന്ന് മടക്കി, പിന്നെ ഇതേപോലെ മടക്കി എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു കട്ടി കിട്ടും. ഇത് വളരെ നൈസായിട്ടുള്ളൊരു തുണിയാണ് കേട്ടോ. ഇനി നമുക്ക് ടോപ്പിൻ്റെ മെഷർമെൻറ്റ് നോക്കാം. ആദ്യം ഷോൾഡർ 5.5 മാർക്ക് ചെയ്തു. താഴോട്ട് ആം ഹോൾ 4 മാർക്ക് ചെയ്തു. അവിടുന്ന് ചെസ്റ്റ് 6 തയ്യൽ തുമ്പും. പിന്നെ വേസ്റ്റ് കൊടുക്കുന്നത് 9.5 13 ടോട്ടൽ ലെങ്ത് വേണ്ടത്. പിന്നെ ഞാൻ 17 എടുത്തിട്ടുണ്ട്. വേസ്റ്റിൻ്റെ അവിടെ 5.5 തയ്യൽ തുമ്പും, ഹിപ്പിൻ്റെ അവിടെ 6 തയ്യൽ തുമ്പും. ഇതേപോലെ 1/2 ഇഞ്ച് ഷോൾഡർ ഒന്ന് കുഴിച്ചു മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി കട്ട് ചെയ്തെടുക്കാവേ. ഇനി നമ്മുടെ സ്ലീവിൻ്റെ ആണ് 8.5 ഞാൻ സ്ലീവ് കൊടുക്കുന്നത്. പിന്നെ ഒരു 2 ഇഞ്ച് പൊക്കി കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ചെറിയൊരു പഫ് പോലെ 2 മേളിലോട്ടും 2.5 സൈഡിലോട്ടും പൊക്കി ജോയിൻ ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മൾ സ്ലീവ് അങ്ങ് വരച്ചെടുത്താൽ മതി. ഇനി അത് കട്ട് ചെയ്തെടുക്കുവാണേ. ഇനി നെക്ക് മാർക്ക് ചെയ്യാം. 2.5 2.25 വീതിയും താഴോട്ട് 4.5 ഇറക്കവും. 4 മതി, 1/2 ഇഞ്ച് കൂട്ടി. നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ 1/2 ഇഞ്ച് പോകും. എന്നിട്ട് ഇതേപോലെ ഒരു 3 ഇഞ്ചിൽ ഒരു ഡയമണ്ട് ഷേപ്പ് പോലെ കൊടുക്കുവാണ്. ഇത് കട്ട് ചെയ്തെടുക്കാവേ. പതിച്ച് കൊടുക്കുവാണ്. ഇതേ രീതിയിൽ നമുക്ക് ബാക്ക് കൂടെ ചെയ്തെടുത്താൽ മതി. ബാക്ക് ഞാൻ ഒരു വെറൈറ്റി രീതി നോക്കിയതാണ്. എപ്പോഴും നമ്മൾ റൗണ്ടല്ലേ കൊടുക്കുന്നത്, അപ്പം വെറൈറ്റി ആഗ്രഹിച്ചതാണ് ഞാൻ. ഇതും 2.25 തന്നെ. താഴോട്ട് 3.5 കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഷോൾഡർ അടിച്ച് വരുമ്പോൾ 3 കിട്ടും. ഒരു 2
ഞാനൊരു ഇത് കൊടുത്തു. അവിടെ നമുക്ക് വള്ളി വെച്ച് കൊടുക്കാനുണ്ട്. താഴോട്ട് 10.5 കേട്ടോ കൊടുത്തേക്കുന്നത്. താഴത്തെ ഇവിടെയും അവിടുത്തെ വീതി ഞാൻ കൊടുക്കുന്നത് 2.5 തന്നെയാണ്. ജസ്റ്റ് അതിനെ ഞാനൊന്ന് വൈഡാക്കി വരച്ചു കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിലും വണ്ണം ഇല്ലാത്ത കുട്ടികളാണെങ്കിൽ, ജസ്റ്റ് നമുക്ക് ഒരു 6 ഒക്കെ കിട്ടാത്ത കുട്ടികളാണെങ്കിൽ ഇത്രയും വൈഡ് വേണ്ട കേട്ടോ. അതും ഒന്ന് പതിച്ചെടുക്കുവാണേ. ഇതാണ് നമ്മുടെ ബാക്ക് നെക്ക്. ഇനി നമുക്ക്, ഞാൻ ലൈനിങ് എടുത്തേക്കുന്നത് എൻ്റെ കയ്യിലുള്ള ബാലൻസ് തുണി ജോയിൻ ചെയ്തെടുത്തേക്കുവാണ് കേട്ടോ. ഫുള്ളി ഞാൻ ബാലൻസ് വെച്ചിട്ടാണ് കേട്ടോ ഈ പട്ടുപാവാട മൊത്തത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം നല്ല തുണിയാണ് മുകളിൽ ഇരിക്കുന്നത്, പിന്നെ ലൈനിങ് വെച്ചു, ക്യാൻവാസ് വെച്ചു, പിൻകുത്തിയെടുത്തു. മെയിൻ ക്ലോത്തിൻ്റെ നല്ല ഭാഗമാണ് കേട്ടോ മുകളിൽ ഇരിക്കുന്നത്, ലൈനിങ്ങിൻ്റെ മുകളിൽ ഇരിക്കുന്നത്. ചീത്ത ഭാഗമാണ് അടിവശത്തിരിക്കുന്നത്. അത് അടിച്ചു, നെക്ക് ഫിനിഷ് ചെയ്തെടുക്കുവാണേ. ഇനി ഇതിൻ്റെ 3 സൈഡൂടെ ലൈനിങ്ങുമായിട്ടൊന്ന് ജോയിൻ ചെയ്തെടുക്കുവാണേ. ഇതേ രീതിയിൽ ബാക്ക് നെക്ക് കൂടെ നമുക്ക് ചെയ്തെടുക്കാം. ബാക്കും ഫ്രണ്ടും ജോയിൻ ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ ഷോൾഡർ ഒന്ന് സ്ലോപ്പ് ചെയ്ത് ജോയിൻ ചെയ്ത് കൊടുക്കുവാണ്. അപ്പം നല്ല ഭാഗമാണ് അകത്തോട്ട് തിരിഞ്ഞിരിക്കുന്നത്. ഷോൾഡർ ജോയിൻ ചെയ്തു. ഇനി ഷോൾഡറിൻ്റെ ബാക്ക് സൈഡിലോട്ട് ആ വേസ്റ്റ് പാർട്ട് വെച്ചിട്ട് ഒന്ന് പതിച്ചടിക്കുകയാണ്. ബാക്ക് സൈഡിലോട്ടാണ്, ഫ്രണ്ട് സൈഡിലല്ല ഒരിക്കലും സ്റ്റിച്ച് വരേണ്ട, ബാക്ക് സൈഡിലാണ്. ഇനി ഇതിനെ 4ആയിട്ട് മടക്കിയിട്ടിട്ട് ഒന്ന് റീമാർക്ക് ചെയ്തെടുക്കാൻ പോകണം കേട്ടോ. ഞാൻ 4ആയി മടക്കിയിട്ടു. ഷോൾഡറിൻ്റെ അവിടുന്ന് 4 മാർക്ക് ചെയ്തേ, 9 വേസ്റ്റും 16.5 ഇപ്പോൾ ജസ്റ്റ് 6.5 ഇഞ്ച് കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. വേസ്റ്റ് പാട്ടൊക്കെ കട്ട് ചെയ്ത് കളയുവാണ്. ഇപ്പോൾ നമ്മൾ ഷോൾഡർ അടിച്ചു പോയപ്പോൾ ഓട്ടോമാറ്റിക്കലി 1/2 ഇഞ്ച് പോയിട്ടുണ്ട്. പിന്നെ അത് ആം ഹോള് ഞാൻ 1/2 ഇഞ്ച് കുഴിച്ച് കട്ട് ചെയ്ത് വെട്ടി. പിന്നെ അതാ അടിഭാഗം നന്നായി മടക്കി ഒന്നെങ്കിൽ ഞാനിപ്പോൾ ഹെമ്മിങ് ചെയ്തെടുത്തേക്കുവാണ് കേട്ടോ. നമ്മുടെ 13 ലെങ്ത്തിലേക്ക് മടക്കി ഹെമ്മിങ് ചെയ്തെടുത്തു. അതാകുമ്പോൾ നമുക്ക് സ്റ്റിച്ച് പൊട്ടിച്ച് വിടുമ്പോഴും അറിയാൻ പറ്റില്ല. അപ്പോൾ ബാക്ക് സൈഡിലെ കട്ട് ചെയ്ത്, ബാക്ക് സൈഡിൽ ബാലൻസ് തുണി നമ്മൾ കട്ട് ചെയ്തിട്ട് ഹുക്ക് വെച്ച് കൊടുക്കുവാണ് അവിടെ. അതിനുള്ള പടിയും പിന്നെന്താ ലൂപ്പ് ഇടാനുള്ള പടിയും കൂടെ വെച്ചെടുക്കണേ. എല്ലാ വീഡിയോയിലും സെയിം കാണിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ 2-3 ഭാഗങ്ങൾ സ്കിപ്പ് ചെയ്തത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുള്ളവരാണെങ്കിൽ നമ്മുടെ പ്രീവിയസ് വീഡിയോസ് ഒന്ന് എടുത്ത് വെച്ച് കാണുക. അപ്പോൾ അവിടെ നമുക്ക് ഹുക്കിന് പിടി കൊടുക്കാവേ. 3 ഹുക്കാണ് ഞാനിപ്പോൾ വെച്ച് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഈ അടിഭാഗം മടക്കി അടിച്ചില്ലേ, നമുക്ക് അഴിച്ച് വിടാൻ പാകത്തിന്. അപ്പോൾ നമ്മൾ ഈ ഹുക്ക് വെക്കുമ്പോഴും എക്സ്ട്രാ തുണി വിട്ടേക്കണം കേട്ടോ. കാരണം നമുക്ക് ലെങ്ത്ത് കൂട്ടുമ്പോൾ ഹുക്കിന് മാത്രം ലെങ്ത്ത് ഇല്ലാതായിപ്പോവും. അപ്പോൾ ഹുക്കും അതിൻ്റെ ഹോൾഡൂടെ പിടിപ്പിക്കുമ്പോഴും അകത്തേക്ക് തുണി വിട്ടിട്ട് മാത്രം പിടിപ്പിക്കുക.
അതും ഞാൻ പിന്ന് വെച്ച് കുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടെ മാർക്ക് ചെയ്തെടുക്കണേ. ഒന്നുകൂടെ നമ്മുടെ എല്ലാ മെഷർമെൻറ്റും ഒന്ന് മാർക്ക് ചെയ്തെടുത്തുക. ഓപ്പോസിറ്റ് സൈഡിലൂടെ അതേ മാർക്കിങ് കൊടുത്തിട്ട് നമുക്ക് സ്റ്റിച്ചിട്ടെടുക്കാവേ. ഇതേപോലെ സ്റ്റിച്ചിട്ട് കൊടുക്കുക. രണ്ട് സൈഡിലും ഞാൻ സ്റ്റിച്ചിട്ട് കൊടുക്കുവാണേ. ഇനി ഫ്രണ്ട് ആം ഹോളൊന്ന് 1/2 ഇഞ്ച് നമുക്ക് എടുത്ത് വെട്ടി കൊടുക്കാവേ. ഇനി നമുക്ക് വേസ്റ്റ് പാർട്ടൊക്കെ കട്ട് ചെയ്ത് കളയാം. ഇനി 1 മീറ്റർ ലെങ്ത്തിൽ ഞാൻ ഒരു തുണി എടുത്തിട്ടുണ്ട്. ആ വള്ളി നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. നല്ല ലെങ്ത്തിലെടുത്തേക്കുക. ഒരു മീറ്ററോളം ഉണ്ട് കേട്ടോ എൻ്റെ ഈ ലെങ്ത്ത്. വീതി ഒരു 1.5 ഇഞ്ചൊക്കെ വീതി 1.5 ഇഞ്ച് മതി. ചെറിയ സ്റ്റിച്ചിട്ട് കൊടുത്തിട്ട് ഇനി നമുക്കതിനെ തിരിച്ചിട്ടെടുക്കാവേ. ഇനി ഒരു 2 ഇഞ്ച് 2 ഇഞ്ചിൽ ഞാൻ ഓരോ പീസ് കട്ട് ചെയ്തെടുക്കുവാണ്. ഇതേപോലെ ടോട്ടൽ ഞാനിവിടെ 6 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ബാക്ക് നെക്ക് ഒരു 3.5 ഇഞ്ച് വിട്ടിട്ട് ഒരു ഗ്യാപ്പ് വിട്ടില്ലായിരുന്നു, അവിടേക്ക് അതായത് ഇതേപോലെ രണ്ടായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുകയാണ്. 3 എണ്ണം വലതുവശത്തും 3 എണ്ണം ഇടതുവശത്തുമായിട്ട് ഇതേപോലെ ഇടതുവശത്തും അതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നീളത്തിൽ 1 മീറ്റർ നീളത്തിൽ വീണ്ടും അതേപോലൊരു തുണി നമ്മൾ തിരിച്ചിട്ടെടുത്തിട്ട് ഇത് ക്രിസ് ക്രോസ് ആയിട്ട് നമ്മൾ കയറ്റി കൊടുക്കുകയാണ് കേട്ടോ. നമ്മളിപ്പോൾ ചെയ്ത ലൂപ്പിനകത്തിലോട്ടോ. ഇനി നമുക്ക് സ്ലീവ് നോക്കാം. അടിഭാഗം രണ്ടായിട്ട് മടക്കി അടിച്ചിട്ട് ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുവാണേ. നമ്മൾ ആ 2 ഇഞ്ച് പൊക്കിയും പിന്നെ 2.5 ഇഞ്ച് വീതിയിലും ഒരു കർവ് വരച്ചെടുത്തില്ലായിരുന്നു, അതിലോട്ട് പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തു. അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് സ്ലീവിലോട്ട് ജോയിൻ ചെയ്ത് പിടിപ്പിക്കുവാണേ. കറക്കി അങ്ങ് ജോയിൻ ചെയ്തെടുത്താൽ മതി. ഇനി സ്ലീവിൻ്റെ മെഷർമെൻറ്റ് എടുക്കുക. 3.25 കേട്ടോ. 3.25 നിന്ന് നമ്മൾ ആ ചെസ്റ്റ് ജോയിൻ ചെയ്തില്ലേ അവിടേക്ക് ജോയിൻ ചെയ്ത് പിടിപ്പിക്കുക. പിന്നെ നമ്മൾ ആ വള്ളി സെറ്റ് ചെയ്തില്ലേ അതിൻ്റെ താഴത്ത് ഒരു കുഞ്ചലം വെച്ച് പിടിപ്പിക്കുക. അങ്ങനെ നമ്മുടെ ടോപ്പിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. സിമ്പിളായിട്ട് ചെയ്തെടുത്തതാണ്. ഇനി നമുക്ക് സ്കേർട്ട് നോക്കിയാലോ. സ്കേർട്ടിൻ്റെ അടിഭാഗത്ത് നമ്മൾ ഈ
ടോപ്പിൻ്റെ ഈ ഗ്രീൻ ഒരു ലേസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് ഞാൻ 2.5 ഇഞ്ച് വീതിയിലും നീളം 4 മീറ്ററോളം എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സ്കേർട്ടിന് ടോട്ടൽ 4 മീറ്റർ അല്ലേ. അങ്ങനെ ആ തുണി ആദ്യം ജോയിൻ ചെയ്ത് കൊടുക്കുകയാണേ. മൊത്തത്തിൽ 4 മീറ്റർ. ഇതിൻ്റെ 2 ഭാഗവും മടക്കി അടിച്ചു കൊടുക്കുക. സ്കേർട്ടിന് പ്ലീറ്റ്സ് ഇട്ടെടുക്കുവാണ്. ഈവനായിട്ട് പ്ലീറ്റ്സ് കിട്ടുന്ന രീതിയിൽ 4 മീറ്ററിനെ 23 നമ്മുടെ ഹിപ്പ് സൈസ്. 23 ഇഞ്ചിൽ നമ്മൾ ഇത് 4 മീറ്ററും പ്ലീറ്റ്സ് ഇട്ടെടുക്കുവാണ്. നമ്മുടെ പ്ലീറ്റ്സ് ഈവൻ ആയിരിക്കണം. അപ്പോൾ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ആദ്യം ഒരു പിന്ന് കുത്തി വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഈസി ആയിരിക്കും. ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് 23 കിട്ടിയില്ലെങ്കിൽ കൂടിപ്പോവോ കുറഞ്ഞു പോവോ ചെയ്താൽ വീണ്ടും നമുക്ക് അഴിക്കേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പോൾ അതാ ഞാനിങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് അളന്ന് നോക്കിയിട്ടാണ് കേട്ടോ ബാക്കിയുടെ സ്റ്റിച്ച് ചെയ്യുന്നത്. അതാ ടോട്ടൽ 23 ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലൈനിങ്ങും ഇതേ രീതിയിൽ 23 സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ലൈനിങ്ങും അടിഭാഗം ഈ തുണിയുടെയും ലൈനിങ്ങിൻ്റെ അടിഭാഗം മടക്കി അടിക്കണം കേട്ടോ. അത് മറന്നു പോകരുത്. അപ്പോൾ അതാ മെയിൻ ക്ലോത്തിൻ്റെ അടിഭാഗം ഞാൻ മടക്കി അടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ആ പട്ടയുണ്ടല്ലോ അത് ഇതേപോലെ വെച്ചിട്ട് താഴ്ഭാഗത്ത് ജോയിൻ ചെയ്ത് കൊടുക്കുക. പിന്നെ ലൈനിങ്ങും ഇപ്പം ഞാൻ ജോയിൻ ചെയ്ത് കയറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് 2 സൈഡിലും ഒരു 3 ഇഞ്ച് വീതിയിൽ മടക്കി ഒന്ന് അടിച്ചു കൊടുക്കുക. ഇനി നമ്മൾ ആ പട്ട എടുത്തില്ലേ, ആ പട്ട 2ആയിട്ട് ഞാൻ മടക്കി അടിച്ചിട്ടുണ്ട്. പിന്നെ അതാ ഇതേപോലെ ഒന്ന് മടക്കി കൊടുത്തു. ഇനി ഇതിൻ്റെ സ്റ്റിച്ച് കാണാത്ത രീതിയിൽ ഇതേ രീതിയിൽ ജോയിൻ ചെയ്ത് പിടിപ്പിച്ചാൽ മാത്രം മതി. ജോയിൻ ചെയ്യുമ്പോൾ എപ്പോഴും ലോക്കിട്ട് കൊടുക്കുക. സ്ട്രെയിറ്റ് ആയിട്ട് വെച്ച് ജോയിൻ ചെയ്യണം, അല്ലെങ്കിൽ വളവ് വരാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ നമ്മുടെ മെഷർമെൻറ്റും ഈ പടി സ്റ്റിച്ച് ചെയ്യുമ്പോൾ മെഷർമെൻറ്റും കറക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ അതിലും വളവ് വരാൻ ചാൻസ് കൂടുതലാണ്. ഇതേപോലെ സ്പീഡ് സ്റ്റിച്ച് ചെയ്യേണ്ട, പയ്യെ നിർത്തി സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി. ഇതേപോലെ അതിൻ്റെ മുകൾ ഭാഗത്തൂടെ ഞാനൊന്ന് പതിച്ചൊരു സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്. ഞാനിപ്പോൾ വളവ് വരാതിരിക്കാൻ വേണ്ടി അങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുത്തതാണ്. ഇതേ രീതിയിൽ ഒരു 3 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് താഴോട്ട് ജോയിൻ ചെയ്ത് പിടിപ്പിക്കണം. പിന്നെ ഇതേപോലെ ഹുക്കും ഇതിൻ്റെ ഹോൾഡൂടെ പിടിപ്പിച്ചു കൊടുക്കണം. ഒരു സൈഡിൽ ഹുക്കും ഒരു സൈഡിൽ ഹോൾഡുമായിട്ട് കേട്ടോ. ഇതാണ് ഔട്ട്ലുക്ക്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ബാലൻസ് സാരീസും ബ്ലൗസ് പീസും വെച്ചിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തതാണ്. അപ്പോൾ അടുത്തൊരു വണ്ടർഫുൾ വീഡിയോയുമായി കാണുന്നിടം വരെ ബൈ.